ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഡേ 3 ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടത് നെവീൻ ആര്യൻ്റെ ബാഡ്ജ് എടുക്കുന്നതാണ് വാഷ്റൂമിൽ വെച്ചിട്ട്. അപ്പോൾ ഇതുപോലൊരു സെയിം ഇൻസിഡൻറ്റ് മുമ്പ് ഒരു തമിഴ് ബിഗ് ബോസിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സീസൺ 3 തോന്നുന്നു. അപ്പോൾ അത് പക്ഷേ ഡ്രസ്സിങ് റൂമിൽ നിന്നായിരുന്നു എടുത്തിരുന്നത്. പക്ഷെ അതന്ന് കുറച്ച് ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ഡ്രസ്സിങ് റൂമിൽ നിന്ന് അങ്ങനെ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതൊരു ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഗെയിം പ്ലാനിങ് എന്നൊക്കെ ഒരിടത്തിൽ അങ്ങനെയാണ് ആര്യൻ്റെ കയ്യിൽ നിന്ന് എന്താ പറയുക ഈ നവീൻ ബാഡ്ജ് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ആര്യൻ്റെ കയ്യിലുള്ള ഒരു ഗോൾഡ് കോയിൻ അതും നവീൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നവീൻ കുറച്ചൊരു പതുങ്ങിയിരുന്നിട്ട് എന്താ പറയുക ഓരോന്നും എടുക്കുന്നതാണ്. ഇതുപോലെ ഇപ്പോൾ ഗോൾഡ് കോയിൻ്റെ കേസിലാണെങ്കിലും പിന്നെ ബാഡ്ജിൻ്റെ കേസിലാണെങ്കിലും ആർക്കും ഒരു സംശയം തോന്നാണ്ട് നവീൻ്റെ കാര്യം ചെയ്യുന്നുണ്ട്. അത് എടുക്കുന്ന സാധനം അതുപോലെ നവീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്, ഓരോടെ ഒളിപ്പിച്ച് വെച്ചിട്ട്. അപ്പോൾ അത് ഭയങ്കര കണ്ണിങ് ആയിട്ടൊരു ആറ്റിറ്റ്യൂഡ് പോലെ തോന്നി. ഒരു ഗെയിം സ്പിരിറ്റിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഞാനത് കണ്ടിട്ടില്ല. നവീൻ കുറച്ചും കൂടെ ഒരു ഇതായിട്ട് അതിൻ്റെ ആ ഒരു ഗെയിം പ്ലാനിങ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഒതുങ്ങിയിരുന്നിട്ട് തന്ത്രത്തിൽ കാര്യം നടത്തുന്നത്. പിന്നെ വേറൊരു ഇൻസിഡൻറ്റ് ഞാൻ നല്ല ശ്രദ്ധിച്ചത്, ഈ പറഞ്ഞ പോലെ നിക് നെയിം ടാസ്ക് ഉണ്ടായിരുന്നു. മോർണിംഗ് ടാസ്കിൽ നിക് നെയിം ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് അക്ബർ രേണുസുതിക്ക് കൊടുക്കുന്ന ഒരു പേരുണ്ട് സെപ്റ്റിക് ടാങ്ക് എന്ന്. അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ളൊരു ഇത് കാര്യമായിട്ട് പോലെ എനിക്ക് തോന്നി. കാരണം അത് അത്രയും ഇതായിട്ടുള്ളൊരു ഇതാണ് സെപ്റ്റിക് ടാങ്ക്. അപ്പോൾ അത് ഒരാളുടെ പേരായിട്ട് കൊടുക്കുന്നത് ഒട്ടും ശരിയായില്ല. പിന്നെ അത് മാത്രമല്ല, അക്ബർ ഒന്നുമില്ലെങ്കിലും ഒരു മ്യൂസീഷ്യനാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് കീപ്പ് ചെയ്യണമായിരുന്നു. അപ്പം അത് ഭയങ്കര മോശമായിപ്പോയി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാമറ നോക്കി സോറിയൊക്കെ പറയുന്നുണ്ട് അക്ബർ. പക്ഷെ എന്നാൽ പോലും പറഞ്ഞത് ഭയങ്കര തെറ്റായ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ സോറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ പറയുമ്പോൾ അത് വേറെ എന്തോരം പേര് പറയാം. പക്ഷേ ഇത്രയും വൃത്തികേടായിട്ടുള്ളൊരു പേര് കൊടുത്തത് കുറച്ചൊരു കൂടിപ്പോയി. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഞാൻ ഒന്ന് നോട്ട് ചെയ്തത്, ഈ അനുമോള് പറയുന്നുണ്ട് അപ്പാനി ശരത്തും വേറെ 1-2 പേരും ചെറിയ ഗ്രൂപ്പ്സ് പോലെ ഫോം ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്ത്. ഗ്രൂപ്പ് കളിയാണ്. പിന്നെ ഓരോന്നും അവർ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പാനി ശരത്ത് പറയുന്നുണ്ട് ഇവിടെ ഗ്രൂപ്പൊന്നുമില്ല എന്നൊക്കെ. പക്ഷേ ഈ എപ്പിസോഡ് കണ്ടിന്യൂസ് ആയി കാണുന്ന ഒരാൾക്ക് ചെറിയൊരു ഡൗട്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയാണ് അനുമോള് ഒരു പരിധി വരെ പറഞ്ഞത്. കാരണം ചില സ്ഥലത്ത് അപ്പാനി ശരത്ത് ഓരോരോ ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ടാസ്കിൻ്റെ ഇടയിലും ഇന്നാൾ എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നാളത് ഓരോ സൈഡിലും ഇങ്ങനെ ഓരോരോ ചെറിയത് പറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെയുള്ളൊരു ചെറിയൊരു ഗ്രൂപ്പ് കളിയാണ് ഇന്നിപ്പോൾ ശൈത്യനെ കട്ടിലിൽ കൂടെ എടുത്തു പോകുന്ന ഒരിതും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ആര് ഉറങ്ങുകയാണെങ്കിലും ഇതേപോലെ ഔട്ടാക്കണം എന്നുള്ള ഒരിതിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അവർ ഇത് ചെയ്യുകയാണ്. എന്താ പറയുക, അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇന്നലെ കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രൊമോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ശൈത്യനെ കട്ടിലിൽ ഇതായിട്ട് ശൈത്യം ഉറങ്ങിക്കിടക്കുന്ന ശൈത്യനെ കട്ടിലിൽ പൊക്കിയ റെഡ് പോയിന്റിലോട്ട് പോകുന്നത്. അത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ലൈവ് അങ്ങനെ കാണാറില്ല. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. പക്ഷെ എന്നാലും അനുമോള് പറയുന്ന ഒരു പരിധി വരെ ശരിയാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ ഞാൻ 24/7 കാണാത്തത് കാരണം എനിക്ക് ഫുള്ളി കറക്റ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് എനിക്കൊരു ഒബ്സർവേഷൻ ഇന്നലെ ഉണ്ടായിരുന്നത്. പിന്നെ അനീഷിൻ്റെ ക്യാപ്റ്റൻസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, അനീഷ് ആവശ്യമില്ലാത്ത ചില പോയിന്റിൽ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ഓരോ ചെറിയ ഫൈറ്റ്സൊക്കെ ക്രിയേറ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നി. അത് ചിലതൊന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ നല്ലാണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ ഒരു 50% മുകളിൽ എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളൂ അനീഷിൻ്റെ ക്യാപ്റ്റൻസി. മിക്കവാറും അത് ഈ വീക്കെൻഡിൽ മോഹൻലാൽ ചോദിക്കുകയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല
എല്ലാവരും ഹൗസ് മേറ്റ്സ് എല്ലാവരും പറയും ക്യാപ്റ്റൻസി നന്നായിരുന്നു എന്ന്. കാരണം ആ ഹൗസ് മേറ്റ്സി ഓൾറെഡി പറഞ്ഞു ക്യാപ്റ്റൻസി കൊള്ളൂല. കാണുന്ന എനിക്കും പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തത്. അത്രയ്ക്ക് അങ്ങോട്ടൊരു എക്സലൻ്റ് അല്ലെങ്കിൽ വെരി ഗുഡ് എന്ന് പറയുന്നൊരു ക്യാപ്റ്റൻസി അല്ല. ക്യാപ്റ്റൻ ഉണ്ട് എന്നല്ലാണ്ട് ക്യാപ്റ്റൻ്റേതായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങോ ഒന്നും ഞാനും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എനിക്കറിയില്ല 24/7 പക്ഷെ എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ Day 3 റിവ്യൂ. അപ്പോൾ നാളെ നമുക്ക് കാണാം Day 4 ആയിട്ട്. ബൈ.